സലിൽദയുടെ റൗണ്ടാണ് വരാൻ പോകുന്നത്. ആര്യ ചേച്ചി, ഇവിടെ സലിൽദ റൗണ്ട് വന്നേ പിന്നെ എല്ലാ ആൾക്കാരുടെയും ഫേവറേറ്റുകളിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ് കേട്ടോ അത്. അത് പാടാൻ എത്താൻ പോകുന്നതും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. നമ്മുടെ ശിവകാമി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. വെൽക്കം ശിവകാമി കുട്ടി. ഒരു പിങ്ക് ശിവകാമി കുട്ടി. നല്ല രസമുണ്ട് അല്ലേ? എന്തൊക്കെ ടൈപ്പ് ബോവാ ശിവകാമിയുടെ കയ്യിൽ. ഒരുപാട് ടൈപ്പ് ബോ ഉണ്ട്. കണ്ടില്ലേ? മാലയും വളയും തിളങ്ങണ തിളക്കം കണ്ടോ? അതെ, അരപ്പട്ടയും അതേലുള്ളതാ. ആണോ അത്? ഓ, അതെ. മക്കളെ, സലിൽദയുടെ പാട്ടാണ് അല്ലേ? എനിക്കറിയാം ഏതാണ് പാട്ടെന്ന്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങോ ആരിരാരോ ഉറങ്ങിക്കോ. ഞങ്ങളെ ഉറക്കുവോ? ഉറക്കോ? ഏയ്, നിങ്ങൾ ഉറങ്ങി ആരും മാർക്കിടുന്നു. തകർക്കണം കേട്ടാ. മധു, എനിക്ക് ഈ പാട്ടിനെ പറ്റി വേറൊരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ VD രാജപ്പൻ ചേട്ടൻ എല്ലാത്തിനും പാരഡി ഉണ്ടാക്കുമല്ലോ. അപ്പൊ പല ലൈൻസ് നമുക്ക് ഇവിടെ പാടാൻ പറ്റത്തില്ല. പക്ഷെ ബിഗിനിങ് ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. വരും ശനിയാഴ്ച മോർണിംഗ് ഷോ കാണാൻ വരുമോ, മോർണിംഗ് ഷോ കാണാൻ വരുമോ, മോർണിംഗ് ഷോ കാണാൻ. പിന്നെ അന്നമ്മ എന്നൊക്കെ പറഞ്ഞു പോകും. അത് ഞാൻ അതൊന്നും പാടുന്നത്. അത് ഒരു സമയത്ത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഒരു ഭയങ്കര ജീനിയസ് ആണ് കേട്ടോ ഈ VD രാജപ്പൻ ചേട്ടൻ. അന്നൊക്കെ ആയിരങ്ങൾ വരും ഇത് കേൾക്കാനും കാണാനും ഒക്കെ. അത് ഞാൻ ഓർക്കാണ്. ബട്ട് ദിസ് ഇസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. ശ്രീകുമാരൻ തമ്പി സാർ, ദ ഗ്രേറ്റ് ശ്രീകുമാരൻ തമ്പി സാറിന്റെ മോസ്റ്റ് വണ്ടർഫുൾ ആയിട്ടുള്ള, അതും ഈണത്തിന് എഴുതിയിരിക്കുന്ന ഒരു ഗാനമാണ്. അത് ഭയങ്കര രസകരമാണ്. പിന്നെ 1977 ഇത് വരുന്നത്. പിന്നെ S ജാനകി അമ്മയാണ്, നമ്മുടെ ജാനകി അമ്മയാണ് ഇത് പാടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അസലായിട്ട് പാടണേ ശിവകാമി കുഞ്ഞെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശിവകാമി കുട്ടി. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ മടിമേലെ, മയങ്ങൂ നീ മടിമേലെ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ മടിമേലെ, മയങ്ങൂ നീ മടിമേലെ. അമ്പിളി പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. അമ്പിളി പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി. ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസ്സണയുമ്പോൾ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ മടിമേലെ. ആരിരോ ആരിരാരോ. എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം, എൻ മനമെന്നും നിൻ പൂങ്കാവനം. എന്റെ മടിയെന്നും നിന്റെ എൻ മനമെന്നും നിന്നാവനം. ഈ ജന്മത്തിലും ജന്മത്തിലും
മധുകണം പോലെ മഞ്ഞിൻ മണി മയങ്ങൂ നീലതമേലേ മയങ്ങൂ. കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്ത ചരണം പഠിക്കോ. ആരിരോ ആരിരാരാരോ. അടുത്ത ചരണം പഠിക്കോ. ഇനി കാലമറിയാതെ ഒരു പാടിക്കോളൂ. സാരില്ല ബാക്കി പാടിയാൽ മതി. അടുത്ത ചരണം പഠിക്കോ. എന്നിട്ട് നോക്കാം. കാലമറിയാതെ ജ്ഞാനമയായി കഥയറിയാതെ നീ പ്രതിഛായയായി. കാലമറിയാതെ ജ്ഞാനമയായി കഥയറിയാതെ നീ പ്രതിഛായയായി. നിൻ മനമെന്താനും നിൻ സുഖം മധുസ്വരം പോലെ മണിസ്വനം പോലെ മയങ്ങൂ ഗാനം കുടമേലേ മയങ്ങൂ നീ മടിമേലേ. അമ്പിളി നിന്നെ പുൽകി അമ്പരം തൂകി ഞാൻ മേഘമായി. അമ്പിളി മലർക്കൊടി പോലെ വർണ്ണക്കൊടി പോലെ മയങ്ങൂ നീ മടിമേലേ മയങ്ങൂ നീ മടിമേലേ. ആരിരോ ആരിരാരാരോ ആരിരോ ആരിരാരാരോ. ഗുഡ്. ഇങ്ങോട്ട് പോരട്ടെ. ഒരു കൈ തരട്ടെ. എന്തിനാ? പാടിയ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്, അതിലൊരു സംശയമില്ലല്ലോ. അതുകൊണ്ട് കൈ കൊടുക്കണ്ടേ? ശിവഗാമി കുഞ്ഞേ, എന്ത് നോക്കൂ, ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും മിസ്റ്റേക്സ് സംഭവിക്കും. നമ്മൾ ലേണിംഗ് ഫ്രം ദ മിസ്റ്റേക്സ് എന്നുള്ളതാണ് അതേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, അത് മാറ്റിക്കൊണ്ട് അത് ശരിയാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഗംഭീരമായിട്ട് പാടുന്നു, അത്രേ ഉള്ളൂ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു സംശയമില്ല കേട്ടോ. അപ്പൊ ഈ പാട്ട് ഇടയ്ക്ക് മറന്നുപോയി അല്ലെങ്കിൽ പാടാൻ പറ്റിയില്ല, എന്തുകൊണ്ടോ അവിടെ നിർത്തിപ്പോയി എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ ആ മിസ്റ്റേക്സിനെ എങ്ങനെ നമ്മൾ റെക്ടിഫൈ എന്നുള്ളിടത്ത് മാത്രമാണ് നമ്മുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യേണ്ടത്. അത് ഇമോഷണൽ ആയിട്ടല്ല കാണേണ്ടത്. അങ്കിൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിളിച്ചത്. അവിടെ അത് സങ്കടമായിട്ടും അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന അതൊന്നും വേണ്ട. ഒരു പാട്ടല്ലേ, പാവം പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. നമ്മുടെ പാവം കുഞ്ഞാണ് പാടുന്നത്, പാവക്കുഞ്ഞാണ് പാടുന്നത് അല്ലേ? അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളിവിടെ ഇരിക്കണേ, നമ്മൾ സ്നേഹിക്കാനല്ലേ ഇരിക്കണേ. അപ്പൊ സ്നേഹത്തില് ഒരിക്കലും സങ്കടമില്ല, മനസ്സിലായോ? പിന്നെ എനിക്ക് അമ്മയോടാണ് പറയാനുള്ളത്. അമ്മ പെട്ടെന്ന് ഡിജക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അമ്മ അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. അമ്മ ശരിക്കും ആ സമയത്ത് അവൾക്ക് കൂടുതൽ 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 ഇൻസ്പിറേഷൻ അല്ലേ ആവേണ്ടത്, അല്ലേ? എൻ്റെ ഒരു സംശയം ഞാൻ പറയാണ്. അങ്ങനെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക സഹോദരി. അപ്പോൾ ആ സമയത്ത് ഒന്ന് മോള് തെറ്റിപ്പോകും, അത് സാധാരണമാണ്. എല്ലാ മനുഷ്യനും ഹു ഇസ് പെർഫെക്റ്റ്? നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. എല്ലാം എന്തോ കുറവുകളാണ് നമുക്ക് എല്ലാവർക്കും. ഈ കുറവുകളെ മൂടി വെച്ചാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതാണ് ജീവിതത്തിന്റെ സത്യം മീനുട്ടി. അപ്പോ കുഞ്ഞിന് കുറവൊന്നുമില്ല. കുഞ്ഞ് ഇത്രയും കുഞ്ഞായിരിക്കുമ്പോഴും ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതൊരു ഗ്രേറ്റ്നെസ് അല്ലേ? അതാണ് കാണേണ്ടത്. അപ്പൊ അമ്മ അവിടെ ഡിജക്റ്റഡ് ആവില്ല വേണ്ടത്. അമ്മ ശരിക്കും സപ്പോർട്ട് ചെയ്യണം. മോളെ പാടു, കമോൺ കമോൺ. അപ്പൊ മോള് പറയുന്നുണ്ട് ഞാൻ അടുത്ത പാടിക്കൂടെ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോൾ കോമ്പറ്റീഷന്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അല്ലേ മീനുട്ടി? അപ്പോ അമ്മ ശരിക്കും സപ്പോർട്ട് ചെയ്യണം. പാടു 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 പാടു. റേസിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊന്ന് കാല് തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ അമ്മ കരയുകയാണെങ്കിൽ മോൾ ഒരിക്കലും അവിടെ നിന്ന് എണീക്കാൻ പോകുന്നില്ല. അവിടെ അങ്ങനെയല്ല, എനിക്ക് കമോൺ കമോൺ കമോൺ, അതാണ് വേണ്ടതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി. കാരണം നമ്മുടെ ശിവഗാമി കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്, പ്രേക്ഷകരെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ടോപ്പ് ബാൻഡ് സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സ്നേഹമാണ് സംഗീതമാണ്. അല്ലാതെ ഒരു പെർഫോമൻസ് കൊണ്ട് വിലയിരുത്തുകയും അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വിടുന്ന പരിപാടിയല്ല ഇത്. സിനിമയുടെ എഡിറ്റിംഗ് അല്ല ഇത്, കൂട്ടിച്ചേർക്കല്ല. എല്ലാവരും ഒന്നായിട്ട് ചേരുന്ന ഒരു ഹാർമണിയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഈ വേദി അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും, ഇനിയും അങ്ങനെ തന്നെ തുടരും തീർച്ചയായിട്ടും. അപ്പോ എൻ്റെ ശിവഗാമി കുഞ്ഞെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോവല്ലോ. ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വരാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ സഹോദരി ഇത് മനസ്സിൽ വെക്കുമല്ലോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കണം. സംഗീതം സന്തോഷം, സന്തോഷം സംഗീതം, അങ്ങനെ വേണം. ശിവഗാമിക്കുട്ടി, എന്തോ ഒരു തെറ്റല്ലേ, അതൊക്കെ പറ്റും കേട്ടോ, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചിലപ്പം കിട്ടുന്ന, നമുക്ക് ഓരോ പാട്ടും ഓരോ ചാൻസ് ആണ്. എസ്പെഷ്യലി ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതൊരു ചാൻസ് ആണ്. അപ്പോൾ ആ കിട്ടുന്ന സമയം ഒരു ഭാഗത്ത് തെറ്റ് പറ്റിയാൽ നമ്മൾ ആക്ച്വലി എപ്രിഷിയേറ്റ് ചെയ്യുന്നത് ആ കംബാക്കിനെ ആയിരിക്കും. മനസ്സിലായോ? അത് ആ തെറ്റിയ ഭാഗത്തിന് പോയിന്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൂടുതലും ശിവഗാമി കുട്ടിക്ക് വേണ്ടി കൈയടിക്കുന്നത് ആ തിരിച്ചു വരവിനാണ്. ആ കൈയടിക്കുക, അതാണ് നമ്മൾ 3 പേര് ഇവിടെ ഇരുന്നിട്ട് പാടിക്കോ പാടിക്കോ അടുത്ത പാടിക്കോ അടുത്ത പാടിക്കോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായത്. കാരണം ആ കംബാക്ക് നമ്മളിങ്ങനെ ആ പാട്ടിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ശിവഗാമി കുട്ടി പാടിയ ഒരു ഭാഗം പോലും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കിട്ടിയ ചാൻസിന് ശിവഗാമി കുട്ടി നന്നായി പാടിയിരുന്നെങ്കിൽ എന്നൊരു കൊതി എനിക്ക്, ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശിവഗാമി കുട്ടി എന്തായാലും പാടും, ഞാൻ ഇവിടുന്ന് പാടിക്കോ പാടിക്കോ എന്ന് പറയുമ്പോൾ പാടും എന്ന് വിചാരിച്ചു. പക്ഷെ ആ ചാൻസ് കുറച്ചൊന്ന് മിസ്സായി പോയതിന്റെ ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. പക്ഷെ മിടുക്കി കുട്ടിയാണ്. മിടുക്കി എന്ന് പറഞ്ഞാൽ മിടുക്കിയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് സിംഗറാണ് എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ. നമുക്ക് ലൈവില് ഒരു പാട്ട് പാടുമ്പോൾ നമ്മളെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും, എസ്പെഷ്യലി സിംഗറിനെ. അവിടെ ആർക്ക് തെറ്റ് പറ്റിയാലും എന്ത് പറ്റിയാലും നമ്മുടെ മുഖത്ത് അത് കാണാൻ പാടില്ല കേട്ടോ. ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മിടുക്കിയാണ്. ഇനി മറന്നു പോയാലും മറന്നു പോവാത്ത പോലെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് പാടും. ഓക്കെ, പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്റെ ഒരു കൊതി പറയട്ടെ, അല്ലേ? നമ്മുടെ കൊതിയാണ്. യെസ്, അനുപല്ലവി. അനുപല്ലവി. എന്റെ മടി എന്നും നിന്റെ പൂമഞ്ചം. ഒന്ന് പാടി കേൾക്കുമോ? നിന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം, എൻ മനമെന്നും നിൻ പൂങ്കാവനം. എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം, എൻ മനമെന്നും നിൻ പൂങ്കാവനം. ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എൻ ജീവൻ മധുകണം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീലതമേലെ, മയങ്ങൂ നീ മടിമേലെ. ആരിരോ ആരിരാരോ, ആരിരോ ആരിരാരോ. ആഹാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോ കറക്ഷൻസ് ഒന്നും പറയുന്നില്ല കേട്ടോ. ഇനി ആരാ പറയാൻ വന്നേ? മധുകണം പോലെ. മധു പറയൂ.
ശിവകാമി കുട്ടി, എന്തോ ശിവകാമി ശിവകാമി, ശിവകാമി, ഇതൊക്കെ സ്വാഭാവികമാണ്. എത്രയോ തവണ മധുമങ്കളിലൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അറിയാം ഇതുപോലെയൊക്കെ. പിന്നെ ശിവകാമി കുട്ടി ഇവിടെ എത്ര തവണ പ്രൂവ് ചെയ്തത്, എത്ര 100 കിട്ടിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനും ഇന്നിപ്പോ കറക്ഷൻ ഒന്നും പറയില്ല, തുടക്കം മുതലേ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായ പോലെ എനിക്ക് തോന്നി ഇന്ന്. ആ മയങ്ങൂ, പിന്നെ നമ്മളിങ്ങനെ എഴുതണ സമയത്തൊക്കെ എന്തോ ശ്രദ്ധ പോയ പോലെ. ഫുൾ ടൈം ക്യാമറയ്ക്ക് നോക്കുന്നതിന് പകരം ഈ ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആദ്യം തൊട്ടേ. അതെ അതെ അതെ, അപ്പൊ ഇത് കുട്ടികളും ഇങ്ങനെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്നും പറയുന്നില്ല എന്ന്. പാടി ഇത്രയും ഭാഗങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ ശിവകാമി കുട്ടി, ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. മീനുകുട്ടാ, എന്തോ ഞാൻ എപ്പോഴും പറയാറില്ലേ, അതായത് നമ്മളിവിടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് അല്ല നടത്തും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു അതെ. ഫ്രേസ് ഉണ്ട്, അത് ദലൈലാമ പറഞ്ഞിരിക്കുന്നതാണ്. വെൻ യു ബിക്കം ജഡ്ജ്മെന്റൽ യു സീസ് ടു ലവ്. മീനുകുട്ടിക്കും എടുക്കാവുന്ന ഒരു വാചകം. ഉറപ്പായിട്ടും. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല. അതൊരു സത്യമാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയാണ് ചെയ്യണത്, ജഡ്ജ്മെന്റൽ ആവുകയല്ല. ഒരിക്കലും ജഡ്ജ് ചെയ്തിട്ടില്ല നമ്മളിവിടെ ഇരിക്കുമ്പോൾ. അപ്പൊ കുഞ്ഞ് അടുത്ത പെർഫോമൻസിലേക്ക് വണ്ടർഫുൾ ആയിട്ട് ഇവിടെ വരണം. ഇപ്പോ അതിന് ജസ്റ്റിസ് എന്നുള്ളത് ഇതാണ്, ഈ മാർക്കാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 92 out of 100. ആലമറിയാതെ ഞാനും അപ്പൊ ശിവകാമി കുട്ട അടുത്ത ദിവസം മിടുക്കിയായിട്ട് വരണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ബൈ. ബൈ.